ഓക്കെ, നമുക്ക് 25ാമത്തെ ക്വസ്റ്റിനെ കിടക്കാം. ആക്ച്വലി 25ാമത്തെ ക്വസ്റ്റിനെ കോണിക് സെക്ഷൻ എന്ന ചാപ്റ്ററും സ്ട്രെയിലൈൻ എന്ന ചാപ്റ്ററും മിക്സ് ചെയ്ത ക്വസ്റ്റാണ്. എത്രാമത്തെ ക്വസ്റ്റ്യൻ കോണിക്കുന്നത്? അത്രയും ക്വസ്റ്റ്യൻ കോണിക്കുന്നത് വെച്ചിട്ടുണ്ട് അല്ലെ. അവിടെ എന്താ, പി ഇസ് എ പോയിന്റ് ഓൺ ദ പരാബോള. സോ പരാബോള പോയിന്റ് ഓൺ ദ സർക്കിൾ അല്ലെ. x² + y² = 4 എന്ന സർക്കിളിലെ പോയിന്റ് ആണെന്ത്? പി അല്ലെ. സോ പി എന്താണ്? സർക്കിളിലെ പോയിന്റ് ആണ് അല്ലെ. അവിടെ ഒരു പോയിന്റ് സർക്കിൾ, ഇവിടെ സർക്കിൾ ഉണ്ട് കേട്ടോ അല്ലെ. ആ പോയിന്റ് സർക്കിളിലെ പോയിന്റ് ആണ്. ഒരു പോയിന്റ് സർക്കിളിലെ പോയിന്റ് ആകുമ്പോഴേ ആ പോയിന്റ് നമ്മൾ എന്താക്കി എടുക്കുക? പാരാമെട്രിക് ഫോമിൽ എടുക്കുക അല്ലെ. എന്താ സർക്കിളിലെ പാരാമെട്രിക് ഫോം? x = r cos θ, y = r sin θ അല്ലേ. അവിടെ r ഇവിടെ 2 അല്ലേ, r² 4 r 2 അല്ലേ. അപ്പൊ ആ പോയിന്റ് എന്താ? r cos θ, r sin θ. അതെടുത്തു അല്ലെ. q ഈസ് എനി പോയിന്റ് എന്ന സർക്കിൾ 5x + y + 2 0 അല്ലെ. q എന്താ? സോ ഒന്ന് സ്റ്റൈലിൻ q എന്താ? 5x + y + 2 = 0 എന്ന പോയിന്റിലെ എന്ന ലൈനിലെ പോയിന്റ് ആണ്. ഈ ലൈൻ ഉണ്ടല്ലോ, ലൈൻ, ആ ലൈൻ ആരാ? 5x + y + 2 0 ആണ്. ആ ലൈനിലെ പോയിന്റ് ആണ് എന്ത്? q അല്ലെ. അപ്പൊ q എങ്ങനെ എടുക്കാം? q ഞാനേ x കോർഡിനേറ്റ് h ആയാൽ y എന്താ? അല്ലെ x ആരാ? h. x h ആയത് 5h ആവൂലേ. 5h ആയ y എന്താ? -5h -2 ആവൂലേ അല്ലെ. ഇത് പോയാൽ 5h, ഇത് പോയാൽ -2. അപ്പൊ y എന്താ? -5h -2 ആണ്. y എന്താ? -5h -2. ക്യൂട്ടി അല്ലെ. ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്, ഈ പി ക്യു എന്ന ലൈൻ ഉണ്ട് അല്ലെ. ആ പി ക്യു എന്ന ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണെന്ത്? ഇത് അല്ലെ. x - y + 1 = 0 ഈസ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് പി ക്യു അല്ലെ. ഈ പി ക്യുവിന്റെ ഇതല്ലടാ എന്റെ പി ക്യു അല്ലെ. ആ പി ക്യുവിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണെന്ത്? പേപ്പറിന്റെ ഇങ്ങനെ വരാം, പെർപെൻഡിക്കുലർ ആയിട്ട് ബൈസെക്ട് ചെയ്യും അല്ലെ. പെർപെൻഡിക്കുലർ ആയിട്ട് നടുവിൽ മുറിക്കും അല്ലെ. അങ്ങനെ മുറിക്കുന്ന ലൈൻ ആണെന്ത്? x - y + 1 0. Then we have to find the value of 13 times of sum of abscissa of the point P അല്ലെ. അവിടെ P എന്ന പോയിന്റിന്റെ ആബ്സിസയുടെ 13, ആബ്സിസയുടെ സമ്മിന്റെ 13 ടൈംസ് ആണ് അല്ലെ. അവിടെ P എന്ന പോയിന്റ് ആബ്സിസ് ആരാ? r cos, r എന്താണ്? 2 അല്ലേ. അപ്പൊ ഇത് 2 cos θ ആണോ? അതെന്താ? 2 sin θ. 2 cos θ 2 sin θ. അടാ P എന്ന പോയിന്റിന്റെ ആബ്സിസിന്റെ സമ്മിന്റെ 30 ടൈംസ് ആണ് അല്ലെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എന്ത് കാണാം? ആദ്യം പി എന്ന പോയിന്റ് ആബ്സിസിന്റെ സം കണ്ടേ അല്ലെ. പി എന്ന പോയിന്റ് ആബ്സിസ് എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റർ ആവും. ഓക്കെ, ആബ്സിസ് ആരാ? എക്സ് കോർഡിനേറ്റ്. ആ പി എന്ന പോയിന്റ് എക്സ് കോർഡിനേറ്റ് കാണും അല്ലെ. അവിടെ പി എന്ന പോയിന്റ് എക്സ് കോർഡിനേറ്റ് ആരാ? 2 cos θ അല്ലേ അല്ലെ. അപ്പൊ എന്ത് കാണും? 2 cos θ കാണും. 2 cos θ കാണുമെങ്കിൽ ആദ്യം cos θ കണ്ടേ. അപ്പൊ എന്റെ ലക്ഷ്യം എന്താണ്? cos θ കാണും. ഇതാണ് ഐഡിയ. ഓക്കെ, എങ്ങനെയാ എടാ മക്കളെ? നമുക്ക് കാണേണ്ടത് പി എന്ന പോയിന്റിന്റെ ആബ്സിസിന്റെ സമ്മിന്റെ 13 ടൈംസ് അല്ലേ അല്ലെ. ആ പി എന്ന പോയിന്റ് ആബ്സിസിന്റെ സമ്മ് കാണുക, അത് ആബ്സിസ് ആണ്ടേ അല്ലെ. ആബ്സിസ് ആണ് എക്സ് കോർഡിനേറ്റ് അല്ലേ. ആ പി എന്ന പോയിന്റ് എക്സ് കോർഡിനേറ്റ് കാണാം അല്ലെ. അവിടെ പി എന്ന പോയിന്റ് എക്സ് കോർഡിനേറ്റ് 2 cos θ അല്ലേ. അപ്പൊ എന്ത് കാണും? cos θ കാണും അല്ലെ. സോ വി ഹാവ് ടു ഫൈൻഡ് cos θ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യം എടാ, ഈ പോയിന്റ് ആരാ? ഈ പോയിന്റ് മിഡ് പോയിന്റ് അല്ലേ അല്ലെ. ബൈസെക്ട് മിഡ് പോയിന്റ് അല്ലേ അല്ലെ. ആ മിഡ് പോയിന്റ് കാണാനേ x1 + x2/2 y1 + y2/2 അവിടെ എന്താ? x1 + x2/2 എന്താ? 2 cos θ + h/2. ഇത് കുറച്ച് കാൽക്കുലേഷൻ കേട്ടോ. ഞാൻ cos θ സി കേട്ടോ. ഞാൻ വെറുതെ cos θ എഴുതിയ സമയം കളയണ്ടല്ലോ, സി നാക്ക് അല്ലെ. അപ്പൊ 2 cos θ + h/2. സി ആരാ? cos θ കേട്ടോ അല്ലെ. പിന്നെയോ 2 sin θ - 5h - 2. അപ്പൊ 2 sin θ s ആക്കി -5h - 2/2. ഏതാണ് ഈസിനെസ്സിന് വേണ്ടി മാത്രമായിട്ട് cos θ സി എന്നും sin θ എസ് എന്നത് അല്ലെ. അത് കിട്ടി. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്ന കാര്യം എടാ, ഈ പോയിന്റ് ഈ ലൈനിലെ പോയിന്റ് അല്ലേ അല്ലെ. ഒരു പോയിന്റ് ലൈനിലെ പോയിന്റ് ആകുമ്പോഴേ ആ പോയിന്റ് ആ ലൈനിന്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണ്ടേ അല്ലെ. അപ്പൊ ഈ പോയിന്റ് എന്ത് ചെയ്യും? ഈ ലൈനിന്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും അല്ലെ. അങ്ങനെയെങ്കിൽ ആ പോയിന്റ് ലൈനിലേക്ക് ഇട്ട് കൊടുക്കാലോ. എന്താ വരിക? x - y. എക്സ് ആരോടെ? ഇതല്ലേ എക്സ്. എക്സ് ആരാ? 2c 2 cos θ + h/2 മൈനസ് y. y ആരാ? ഇതല്ലേ y. 2 sin θ -5h - 2/2 പ്ലസ് 1 എന്താ? 0 അല്ലെ. ഞാൻ എന്ത് ചെയ്തു? അവിടെ ഈ പോയിന്റ് ഈ ലൈനിലെ പോയിന്റാ. അപ്പൊ പോയിന്റ് ലൈനിന്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാം അല്ലെ. ആ പോയിന്റ് ലൈനിലേക്ക് ഇട്ട് കൊടുത്തു. വേറെ ഒന്നും ചെയ്തില്ല അല്ലെ. വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. ജസ്റ്റ് എന്ത് ചെയ്തു? ആ പോയിന്റ് ലൈനിലേക്ക് ഇട്ട് കൊടുത്തു. ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കാണ്. അപ്പൊ അത് ഇട്ട് കൊടുത്തു. ഓക്കെ, വാട്ട് ഇസ് നെക്സ്റ്റ്? ശരിക്കേ അതിന് മുമ്പ് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ കിടക്കട്ടെ. ദാറ്റ്സ് ഓക്കെ, അത് കിട്ടി. ഓക്കെ,
വാട്ട് ഇസ് നെക്സ്റ്റ്? എടാ ഇനി നോക്ക്, ഈ കാണുന്ന ലൈനും എടാ നോക്കണേ, ഈ കാണുന്ന ലൈൻ ഉണ്ടല്ലോ, അവിടെ പോയി, ഈ കാണുന്ന ലൈനും പെർപെൻഡിക്കുലർ അല്ലേ? അല്ലെ, രണ്ട് ലൈന് പെർപെൻഡിക്കുലർ അല്ലേ? M1 × M2 -1 ആവൂലേ? അല്ല, ഇതൊന്നും ചെറുതാക്കട്ടെ, ഞാൻ ഇത് ചെറുതാക്കി നല്ലതായിരിക്കും. ഇതെന്താ 2 cos θ + h/2. ഈ മൈനസ് ഉള്ളിൽ -2s അല്ലേ? അല്ലേ, പിന്നെയോ അല്ല, ഇതിപ്പോ ഇങ്ങനെ കിടക്കട്ടെ, -2x - 5h - 2/2. ഇവിടെ താഴെ 2 ആക്കാൻ 2/2 ആക്കി. 2/2 1 അല്ലേ? ഈ 1/2 ആക്കി. എന്തിനാ? താഴെ മൊത്തം 2 ആക്കാനാ അല്ലെ? താഴെ മൊത്തം 2 ആക്കിയാലേ ആ 2 കോമൺ ആക്കിയത് ഇങ്ങോട്ട് പോയി 0 ആവില്ലേ? അല്ലെ, ബാക്കി ആര് വരിക? 2c + h. അല്ല, ഇവിടെ എന്താ -2s, -5h + 5h അല്ലേ? -2s എന്താ? -2 +2 അല്ലേ? ഇവിടെ +2 ഉണ്ട്, ഇതെന്താ 0. ഇതാരാ? 2c - 2s, 2c - 2s. പിന്നെ h + 5h ആരാ? 6h അല്ലെ? ഈ +4 ഇങ്ങോട്ട് -4 ആവില്ലേ? ഇനി വേണമെങ്കിൽ ഞാൻ എല്ലാ ടേമിനും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എല്ലാ ടേമിനും 2 കൊണ്ട് എന്തായി? ഇത് c ആയി, ഇത് s ആയി, ഈ 2 × 2 പോയില്ലേ? ഇത് 3 ആവും അല്ലെ? +3h, ഇത് 6 ആണ്, 3 ആവും അല്ലേ? ഇതെന്തായി? 3h ആണ്. ഇതെന്തായി? -2 ആവൂലേ? ഇത് ശരിക്കും എന്താ? cos θ - sin θ + 3h ആരാ? -2. ഇങ്ങനെ കിട്ടി. cos θ - sin θ + 3h ആരാ? -2. ഒരു ഇൻഫർമേഷൻ ആയി. ഓക്കെ, അത് കിട്ടി. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ്, ഈ ലൈനിന്റെയും സ്ലോപ്പ് മൾട്ടിപ്ലൈ ചെയ്താൽ -1 ഇടൂലേ? അല്ലെ? എന്താ റീസൺ? എന്താ എടാ, ഈ ലൈനും പെർപെൻഡിക്കുലർ അല്ലേ? രണ്ട് ലൈന് പെർപെൻഡിക്കുലർ. M1 × M2 എന്താ? -1 ആണ്ടേ അല്ലെ? എന്താ M1? എന്താ ഈ ലൈനിന്റെ സ്ലോപ്പ്? ഒരു ലൈനിന്റെ സ്ലോപ്പ് ആണെങ്കിൽ y2 - y1/x2 - x1 അല്ലേ? അപ്പൊ ഇതേ മൈനസ് ഇത്, അപ്പൊ എന്താ? 2 sin θ, 2s അല്ലെ? മൈനസ് ഇതല്ലേ? അവിടെ മൈനസ് പ്ലസ് ആവില്ലേ? അപ്പൊ ഇത് -5h - 2 ആ, അത് +5h + 2 ആവില്ലേ? ഡിവൈഡ് ബൈ x2 - x1, 2c - h ഈക്വൽ -1 അല്ലെ? അപ്പൊ ഇതാരായി? 2 sin θ + 5h + 2. 2c - h ന് -1 എന്താ? h - 2c അല്ലേ? h - 2c അല്ലെ? അങ്ങനെയെങ്കിൽ ഇത് ഇങ്ങോട്ട് പോയ എന്തായി? 2 sin θ + 2 cos θ അല്ലെ? +5h + 2 എന്താ? 5h + 2 അല്ല, കാൽക്കുലേഷൻ കുറച്ചുണ്ട് കേട്ടോ. എടാ, ഈ h ഇങ്ങോട്ട് പോയാലേ 5h - h 4h ആവൂലേ? അല്ലെ? +2 എന്താ? 0. 2c + 2s + 4h + 2 എന്താ? 0. ഞാൻ എല്ലാ ടേമിനും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്തായി? s + c. 2 ആയി അല്ലെ? 4 2 ആയി, ഇത് 1 ആയി അല്ലെ? അപ്പൊ 2h + 1 എന്താ? 0. അതായത് sin θ + cos θ + 2h + 1 എന്താ? 0. ഇത് കിട്ടി അല്ലെ? ഇനി ശരിക്കും h വേണ്ട, എനിക്ക് തീറ്റ വേണ്ടത്. തീറ്റ കിട്ടിയാലേ 2 cos θ കിട്ടുള്ളൂ അല്ലെ? അപ്പൊ h ആരോടെ? h ആരാ? ഇവിടെ h ആരാ? നേരത്തെ ഇക്വേഷൻ അല്ലേ? 3h ആരാ? 3h. നേരത്തെ ഇക്വേഷൻ എഴുതാണേ, cos θ c തന്നെ എഴുതാം അല്ലെ? cos θ - sin θ + 3h ആരാ? -2 അല്ലേ? അല്ലെ? അപ്പൊ 3h ആരാ? ഈ -s ഇങ്ങോട്ട് +s ആവും, +c വന്നാൽ -c ആവും, -2 അല്ലേ? അപ്പൊ h ആരാ? s - c - 2/3 അല്ലേ? ഇതാണ് h അല്ലെ? ഈ h ഞാൻ ഇത് കുറച്ച് കാൽക്കുലേഷൻ ഉണ്ടോ ഇതിലേക്ക് കൊടുക്കാണ്ടോ. അപ്പൊ എന്താ? ഇവിടെ എന്താ? sin θ + cos θ + 2h. h ആരാ? sin θ - cos θ - 2/3 അല്ലേ? +1 എന്താ? 0. ഇങ്ങനെ ചെയ്താൽ സൈനും കോസും മാത്രമുള്ള ഇക്വേഷൻ ആവൂലേ? ഇതെന്താ വരിക? sin θ + cos θ പ്ലസ് ഇത് ഓപ്പൺ ആക്കി എന്താ? 2 sin θ - 2 cos θ. 2 ന് -2 എന്താ? -4/3 +1 എന്താ? 0 അല്ലെ? ഈ മൊത്തം ടേമിന് 3 കൊണ്ട് മൾട്ടിപ്ലൈ എന്താ കിട്ടുക? 3 × sin θ 3 sin θ, 3 × cos θ 3 cos θ. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കട്ട് ചെയ്ത് പോലെ. അപ്പൊ എന്താ? 2 sin θ - 2 cos θ -4 അല്ലെ? 3 × 1 3 ആവില്ലേ? 0. എന്താ? 3 sin θ + 2 sin θ 5 sin θ അല്ലേ? 3 cos θ - 2 cos θ എന്താ? cos θ അല്ലേ? -4 + 3 -1 അല്ലേ? 0. ഓക്കെ, അപ്പൊ എന്ത് കിട്ടിയടാ? 4 sin θ
ഈക്വൽ ടു എടാ ഈ -1 ഇങ്ങോട്ട് പോയ +1 ആവൂലേ അല്ലേ? കോസ് തീറ്റ ഇങ്ങോട്ട് പോയി മൈനസ് കോസ് തീറ്റ ആവൂലേ? സോ 5 sin തീറ്റ ആരാ? 1 - കോസ് തീറ്റ. ഇനി സോൾവ് ചെയ്ത് തീറ്റ ആണെന്ന് മാത്രമാണ് ഈസിയാണ്. എടാ 5 sin തീറ്റ എന്ന് പറഞ്ഞാൽ 2 sin θ/2 കോസ് θ/2 അല്ലേ? എടാ 1 - കോസ് തീറ്റ ആരാ? 1 - കോസ് തീറ്റ 2 sin² θ/2 അല്ലേ? അല്ലെ പഠിച്ച ഇക്വേഷനാണ്, ടെക്നോമെട്രി പഠിച്ചാണ് അല്ലെ. ഇനി എടാ ഇതിന്റെ ഒരു സൊല്യൂഷനേ sin θ/2 0 ആയി മതി. കാരണം എന്താ എടാ sin θ/2 0 ആയാലേ ഇത് ശരിക്കും കട്ട് ചെയ്ത് ഒഴിവാക്കുക ചെയ്യാം. കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റൂല. കാരണം എന്താ sin θ/2 0 ആണെങ്കിലേ അതൊരു സൊല്യൂഷനാണ്. കാരണം എന്താ sin θ/2 0 ആയാലേ ഇത് 0 ഇത് 0 0 = 0 ആവില്ലേ? യെസ്, അതൊരു സൊല്യൂഷനാണ്. ഇനി വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഒരു sin θ/2 ഒരു sin θ കട്ട് ചെയ്തു. അപ്പം എന്തായി 10 അല്ലെങ്കിൽ 2 കട്ട് ചെയ്യാം അല്ലേ? ഈ 2 കട്ട് ചെയ്യാം, 2 കട്ട് ചെയ്യാം. അപ്പം എന്തായി 5 cos θ/2 എന്താണ്? sin θ/2. 5 cos θ/2 ആരാ? sin θ/2 അല്ലെ? അങ്ങനെയെങ്കിൽ tan θ/2 എന്താ? 5. tan θ/2 1/5 അല്ലേ? tan θ/2 എന്താ? 5 tan θ/2 5 കിട്ടി. ഓക്കെ, 10 കിട്ടി. അപ്പൊ sin θ/2 0 ആവുന്ന ഒരു കേസ്, അല്ലെങ്കിൽ tan θ/2 5 ആവുന്ന വേറെ കേസ്. അപ്പൊ ആദ്യം ഈ കേസ് ആണ്. sin θ/2 0 ആണെങ്കിൽ തീറ്റ 0 ആവണ്ടേ അല്ലെ? അവിടെ തീറ്റ 0 ആണെങ്കിൽ കോസ് തീറ്റ ആരാ? കോസ് 0 1 ആവില്ലേ? കോസ് 0 1 ആവില്ലേ അല്ലെ? അങ്ങനെയെങ്കിൽ അവിടെ ആബ്സിസ് എന്താ? അവിടെ ആബ്സിസ് ആരാ? 2 cos θ അല്ലേ അല്ലെ? അവിടെ ആബ്സിസ് ആരാ? ഇവിടെ 2 cos θ അല്ലേ അല്ലെ? അപ്പൊ അവിടുത്തെ ആബ്സിസ് ആരാ? ആബ്സിസ് ആരാ? 2 cos θ. അപ്പൊ 2 × 1 2 ആവും. അപ്പൊ ഒരു കേസിൽ ആബ്സിസ് ആരാ? 2 ആണ് അല്ലെ? ഈ കേസിലോ ഇവിടെ cos θ ആരാ? tan θ/2 കിട്ടിയാലേ cos θ ആണല്ലോ ഇക്വേഷൻ എന്താ? 1 - tan² θ/2 ഡിവൈഡ് ബൈ 1 + tan² θ/2. അപ്പം തരാ 1 - what is tan² θ/2? tan θ/2 5 അല്ലേ? അപ്പൊ 25 ആവും അല്ലേ? 5² 1 + 25 ഇതാരാ? -24/26 അല്ലേ അല്ലെ? അതെന്തരാ? -12/13 അല്ലേ? -12/13 -12/13 ആണ് അല്ലെ? അങ്ങനെയെങ്കിൽ അവിടെ ആബ്സിസ് വരിക ആബ്സിസ് 2 cos θ അല്ലേ? 2 cos θ അല്ലേ? അതല്ല നമുക്ക് നേരത്തെ കിട്ടിയത്. ആബ്സിസ് ആരാ? 2 cos θ ആണ്. 2 cos θ ആണ്. അപ്പൊ എന്താ 2 × cos θ ആരാ? -12/13. ഇത് -24/13 അല്ലേ? -24/13 -24/13 അല്ലെ? അപ്പൊ രണ്ട് കേസാണ്. ഒന്നെങ്കിൽ 2 ആവാം, അല്ലെങ്കിൽ എന്താവാം? -24/13 ആവാം അല്ലെ? ചോദിച്ചാൽ അതിന്റെ സം അല്ലേ? 2 ആവാം, -24/13 ആവാം. സം എന്താ വരിക? ക്രോസ് ചെയ്താല് 26 - 24/13 അല്ലേ? ഇത് 2/13 അല്ലേ അല്ലെ? ചോദിച്ചതിന്റെ സമ്മ മാത്രം 13 ടൈംസ് ഓഫ് സമ്മ അല്ലെ? 13 ടൈംസ് ഓഫ് സമ്മ അല്ലേ? അപ്പൊ 13 ടൈംസ് ഓഫ് 2/13 കട്ട് ചെയ്ത് 2 കേട്ടോ 2 അല്ലെ? കുറച്ചധികം ലെങ്തി ആണ്, ഒരുപാട് ചെയ്യാണ്ട്. കാൽക്കുലേഷൻസ് മാത്രമേ ഉള്ളൂ. കൺസെപ്ച്വൽ വൈസ് വളരെ ഈസിയാണ്, പക്ഷെ കാൽക്കുലേഷൻ ഉണ്ട്. ഓക്കെ.